ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് കറുമുറ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട ഉണ്ടാക്കാം. നമ്മുടെ ഉഴുന്നുവടയുടെ ഒരു ഫ്ലേവർ അല്ല ഈ ഒരു വടയ്ക്ക്, പക്ഷേ നല്ല ക്രിസ്പിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാനും. ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്, നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മാവ് മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കുക്കിംഗ് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കുക്കിംഗ് പാൻ എടുത്തിരിക്കണതെന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. കുക്കിംഗ് പാൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് ബൗളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിക്സിങ്ങിന് ഒരു പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ പൊടിയാണ്. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. മെഷർമെൻറ്റ് 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ്. ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതും നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം എരിവ് ചേർക്കണില്ല കേട്ടോ ഈ വടയിലേക്ക്, കാരണം മോളും കൂടി കഴിക്കണമായതുകൊണ്ട് എരിവ് മാക്സിമം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 or 3 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. മല്ലിയില ചിലർക്കൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല, അതിൻ്റെ ഫ്ലേവറൊന്നും. കറിവേപ്പിലയോടെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർക്കണ്ട, കറിവേപ്പില കുറച്ച് അധികം എടുത്താൽ മതി. പിന്നെ സവാള എടുത്തിട്ടുണ്ട്. സവാള നമ്മളിപ്പോൾ ചേർക്കണില്ല, ഇത് നമുക്ക് പിന്നീട് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞിട്ട് തന്നെ മാറ്റി വെക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് നല്ല നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ അധികം എരിവ് ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവൊക്കെ കുറച്ച് കൂട്ടാം കേട്ടോ. എരിവ് കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് തൈരാണ്. ഞാനിവിടെ എടുത്തേക്കണത് അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. ഇത് 1/2 കപ്പ് തൈരുണ്ട് കേട്ടോ. ഒത്തിരി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഫുള്ളായിട്ട് എടുക്കേണ്ട, ഒരു അല്പം കുറവെടുക്കുക. 1/2 കപ്പിനേക്കാളും കുറച്ച് കുറവെടുക്കുക. കാരണം പുളി ഇങ്ങനെ വല്ലാണ്ട് നിന്നാലും വടയ്ക്ക് അങ്ങനെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ആവശ്യത്തിനുള്ളൊരു പുളി മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കണത്. അതായത് നമ്മൾ നേരത്തെ ആ പൊടി എടുത്തിട്ടുള്ള ആ സെയിം കപ്പ് ഉണ്ടല്ലോ, 250 ml മെഷർമെൻറ്റ് കപ്പ്, ആ സെയിം കപ്പിൽ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊക്കെ ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കണത്. ഇപ്പോൾ നമ്മളൊരു അപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്, സാധാരണ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെള്ളമൊന്നും ഒഴിക്കില്ലല്ലോ, കട്ടിയിലല്ലേ എടുക്കാം. പക്ഷേ അങ്ങനെയല്ല, ഇത് നമ്മൾ റെഡിയാക്കി എടുക്കും. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചേർക്കുന്ന തൈര് ചിലത് വെള്ളം പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1.5 കപ്പ് വെള്ളം വേണ്ടി വരില്ല, 1.25 കപ്പ് വെള്ളം വേണ്ടി വരുള്ളൂ. കാരണം ഓൾറെഡി തൈര് നല്ല ലൂസായിട്ടുള്ളതായിരിക്കും. അപ്പോൾ തൈരിൻ്റെയും വെള്ളത്തിൻ്റെയും ആ ഒരു അളവുണ്ടല്ലോ, ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാം, കറക്റ്റാണോ നോക്കാം. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ്. ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവ് ഇതിലേക്ക് വെക്കാം. ഇപ്പോൾ മനസ്സിലായി ഞാൻ എന്തിനാണ് കുക്കിംഗ് പാൻ എടുത്തേക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ബൗളിലാണ് മിക്സ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ വേറൊരു പാൻ എടുത്തിട്ട് ബൗളിൽ നിന്ന് അത് പാനിലേക്ക് മാറ്റുക കേട്ടോ. നമ്മൾ ഡയറക്റ്റായിട്ട് ഈ കുക്കിംഗ് പാനിൽ മിക്സ് ചെയ്തതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് വെക്കാൻ പറ്റി. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് പാനാണെങ്കിലും കുഴപ്പമില്ല. അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കട്ടിയായിട്ട് വരാൻ തുടങ്ങും. നോക്കിയേ, കണ്ടോ, നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ടിയായി തുടങ്ങും. കുറേ നേരം ഒന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്തോറും പെട്ടെന്ന് തന്നെ അതിങ്ങനെ കട്ടിയായി വരണത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കട്ടിയായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ മീഡിയം ഫ്ലെയിമിൽ നിന്ന് അത് ചെറുതായിട്ടൊന്ന് ലോയിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്തോറും ഇതിങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരണത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ വരും. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ, നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ എന്തായാലും കൈ പൊള്ളും. ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടിലേക്ക് മാറും. ആ പൊള്ളുന്ന ചൂടങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കായത്തിൻ്റെ പൊടി നിങ്ങൾക്ക് കായത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ വേണ്ട, ഓപ്ഷനിലാണ് മാറ്റുക.
എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 1.5-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി. കയ്യിൽ ഒട്ടിപ്പിടിക്കും, പക്ഷേ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ നോക്കിയേ 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് വടയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈ ഫുള്ളായിട്ടൊന്ന് കഴുകി ഇങ്ങനെ നനവോട് കൂടിയിട്ടാണ് കൈ എടുക്കണത്. അപ്പോൾ അന്നേരം ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ, ഈ മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഉരുള എടുക്കാം. ചെറുത് മതി, ഒത്തിരി വലുത് വേണ്ട. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷേപ്പാക്കാം. റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരന്ന ഷേപ്പിലോട്ടാക്കി കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്താലും മതി. അതിനുശേഷം നമ്മുടെ ഈ വിരൽ, ഏതെങ്കിലും ഒരു വിരൽ ഒന്ന് നന്നായിട്ട് നനച്ചിട്ട് നടുവിൽ ഇങ്ങനെ ഹോളാക്കി കൊടുക്കുക. നനച്ചിട്ട് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബൗളിൽ വെള്ളം വെച്ചത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് കൈ വെച്ചൊരു ഹോളിട്ട് കൊടുത്താൽ മതി. സൈഡിൽ എന്തെങ്കിലും പൊട്ടലോ വിള്ളലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. നല്ല ഷേപ്പിലാക്കി കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ നല്ല ഷേപ്പായിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉരുട്ടി ഇതുപോലെ ഷേപ്പാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനച്ചോളൂ കേട്ടോ. അന്നേരമാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് 1 കപ്പ് മാവിൽ നിന്ന് 15 മുതൽ 17 വരെ വട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിപ്പോൾ നമ്മൾ എത്രത്തോളം ചെറുതാക്കുന്നു എത്രത്തോളം വലുതാക്കുന്നു ഒക്കെ അനുസരിച്ചിട്ട് എണ്ണത്തിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ വടയൊക്കെ റെഡിയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുഴിയുള്ളൊരു പാൻ വയ്ക്കാം. ഞാനിപ്പോൾ എടുത്തേക്കണതേ കുറച്ച് വലിയ പാനാണ്. ഇത്രയും വലിയ പാനൊന്നും വേണമെന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാൻ എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഹൈറ്റിന് എണ്ണ ഒഴിച്ച് വരുമ്പോൾ കുറേ എണ്ണ ഒഴിക്കേണ്ടി വരും. കാരണം പാൻ വലുതല്ലേ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചെറിയ പാൻ എടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, നിങ്ങൾക്ക് കാണാൻ പരുവത്തിനും കൂടിയിട്ട്. ഒരു വിസ്താരമുള്ള പാനാകുമ്പോൾ കാണാൻ കുറച്ചും കൂടി ഇതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വലുതെടുത്തത് കേട്ടോ. ചെറിയ പാൻ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എണ്ണ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഈ വട മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള ഒരു ഹൈറ്റിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ആ ഒരു ആവിയൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. വട നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിനും ഹൈക്കും ഇടയിലുള്ള ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെക്കേണ്ട. നമ്മൾ ഇട്ടപ്പോൾ തന്നെ തവി വെച്ച് ഇളക്കുകയോ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് അത് ഇട്ടിട്ട് നമുക്ക് അതൊന്ന് മൊരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് മൊരിഞ്ഞെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ സൈഡ് മൊരിയുന്നതിനനുസരിച്ച് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് മൊരിഞ്ഞു വരും കുറച്ച് കഴിയുമ്പോൾ. നോക്കിയേ, ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. ഒട്ടും ഉടയോ അല്ലെങ്കിൽ ഒന്ന് പൊട്ടോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പാകത്തിന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കിച്ചൺ ടവലിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമുക്കിങ്ങനെ ക്രഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ക്രിസ്പിയാണ്. പക്ഷേ ഉൾഭാഗം കുറേയൊക്കെ ഹോളാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അതേപോലെ തന്നെ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിനൊരു വട ഉണ്ടാക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സൈഡായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഉഴുന്നുവടയുടെ ടേസ്റ്റ് അല്ല ഇതിന്. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള ഒരു നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണ്ണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.